ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏത്തപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഹലുവയാണ്. അപ്പോൾ ജന്മാഷ്ടമിക്ക് പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത വീട്ടിലേക്ക് അച്ഛനമ്മമാരോ അല്ലെങ്കിൽ ആങ്ങളമാരോ വരാറുണ്ട്. അവർക്ക് കുറച്ച് ക്യാഷ്, പിന്നെ കുറച്ച് പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ആയിട്ട് വരും. അത് പണ്ട് തൊട്ട് കാരണവന്മാർ ഉണ്ടാക്കി വെച്ചൊരു ചടങ്ങാണ്. കാരണം പണ്ടൊന്നും ആരും അങ്ങനെ വീട്ടിലേക്ക് പോകില്ലായിരുന്നല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ട്രാവലിൻ്റെ പ്രശ്നം കാരണം അങ്ങനെ പോകില്ലായിരുന്നു. അപ്പോൾ ഒരിക്കലെങ്കിലും വർഷത്തിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവരങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അവർ എന്താണെങ്കിലും പൈസ തരുന്നതിൻ്റെ കൂടുതൽ തരുന്നൊരു സംഭവമാണ് ഏത്തപ്പഴം. അപ്പോൾ ഏത്തപ്പഴം വെച്ചിട്ടൊരു സ്വീറ്റാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. കൃഷ്ണൻ്റെ ജന്മാഷ്ടമിക്ക് എല്ലാ ഇത് GSB ആൾക്കാരുടെയും വീട്ടിൽ ഉണ്ടാക്കുന്നൊരു ഫുഡ് ഐറ്റമാണ് ഏത്തപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു ഹലുവ. അപ്പോൾ ഏത്തപ്പഴം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു ഷേപ്പിലാണ് എല്ലാവരും ചെയ്യാറ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പം അങ്ങനെ ഭംഗിയുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഏത്തപ്പഴം കട്ട് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഞാനൊരു 1 കിലോയുടെ ഏത്തപ്പഴമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടത് എണ്ണയാണ്. എണ്ണയെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും കോക്കനട്ട് ഓയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ മാറ്റിയിട്ട് സൺഫ്ലവർ ഓയിലാക്കാം. പിന്നെ വേണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു 5-6 സ്പൂൺ ഇതാണ് ഷുഗറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു 3 സംഭവങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ഏത്തപ്പഴം ഹലുവ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും. നമ്മൾ ഫ്രൈ ചെയ്താണ് ഇത് എടുക്കുന്നത്. പഴം ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിക്കട്ടെ. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് എണ്ണ തീർന്നുപോയി. അപ്പം ഞാൻ എന്താ ഇവിടെ എണ്ണ കുറച്ചും കൂടി എടുത്തു. എന്നിട്ട് ഇത് ചൂടാക്കാൻ വെച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് പഴം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് പഴം. ഇതൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. കുറച്ചൊരു ക്യാരമൽ ചെയ്യില്ലേ നമ്മൾ, ഷുഗർ സിറപ്പ് പോലെ കുറച്ചും കൂടി ചെയ്തിട്ട് ക്യാരമൽ ഉണ്ടാക്കില്ലേ, ആ ഒരു കളറിലേക്ക് വരണം. ശരിക്കും കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. ആയി കഴിയുമ്പോഴേക്കും നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഷുഗറിൻ്റെ അകത്തോട്ട് ഇടണം. അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ദേ ഇങ്ങനെ വരും കേട്ടോ. ഇതുപോലത്തെ ഒരു കളറിൽ വരും. ഇനി നമുക്കിതെടുത്തിട്ട് ആ പഞ്ചസാരയിലേക്ക് ഇടാം. ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആ പഞ്ചസാരയ്ക്കകത്ത്. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഇതിലേക്ക് വീണ് കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് കുഴഞ്ഞ് വരുമ്പോഴാണ്, കുറച്ച് എണ്ണയും പഞ്ചസാരയൊക്കെ കൂടി കുഴഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ ഒരു പരുവത്തിലാണ് വരുന്നത്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട്, ഒരു ദിവസം നമ്മൾ വെച്ച് കഴിയുമ്പോഴേക്കും അത് ശരിക്കും ഇങ്ങനെ ഒരു നമ്മൾ ഗുലാബ് ജാമിനൊക്കെ ഇടില്ലേ, അതുപോലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അകത്ത് ഇതായിട്ട് കിടക്കും. കുറച്ച് വെള്ളം പോലെ ഇങ്ങനെ ഇറങ്ങി വരും. അത് കഴിയുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ്. പക്ഷെ ഇതുണ്ടാക്കി ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ തീരും. അങ്ങനെ ആവാനായിട്ട് വീട്ടിലൊന്നും നിൽക്കാറില്ല. അതുകൊണ്ടാണ്. പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. എടുത്ത് കഴിച്ച് നോക്കൂ. യമ്മിയാണോ? ഇഷ്ടപ്പെട്ടോ? അത് കഴിച്ചോ? എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.